കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കോഴിയും കോഴിമുട്ടയും എന്നും കേരളീയരെ ആവേശഭരിതരാക്കുന്ന സംഗതികളാണ്. പ്രതിദിനം 1 കോടിയോളം കോഴിമുട്ടയാണ് അയൽ സംസ്ഥാനത്ത് നിന്നും കേരളത്തിലെത്തുന്നത്. ഈ കുറവ് പരിഹരിക്കാൻ കേരള സർക്കാരും കർഷകരും തീവ്ര ശ്രമത്തിലാണ്. കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിൽ തത്തിക്കളിക്കുവാനുള്ള, വീട്ടമ്മമാർക്ക് വളർത്തുവാനുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളെ എഗ്ഗർ നഴ്സറികൾ എന്നാണ് അറിയപ്പെടുക. അത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു എഗ്ഗർ നഴ്സറിയിലേക്കാണ് ഇന്ന് ഹരിതം സുന്ദരം മിഴി തുറക്കുന്നത്. കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലെ പുത്തൻവിള വീട്ടിൽ ശ്രീ സുനിൽജിത്തിൻ്റെ എഗ്ഗർ നഴ്സറിയിലെ കാഴ്ചകൾ കാണാം. ഹരിതം സുന്ദരം. കൊല്ലത്ത് കുണ്ടറയിലെത്തി നേഴ്സറി എവിടെയെന്ന് ചോദിച്ചാൽ ഏത് നേഴ്സറി, എന്ത് നേഴ്സറി എന്നൊരു മറുചോദ്യമില്ല. എല്ലാവരുടെയും കൈ ചൂണ്ടുന്നത് ഒരു സ്ഥലത്തേക്ക് തന്നെ. അത് പുത്തൻവിള വീടാണ്. പുത്തൻവിള വീട്ടിൽ ജ്യേഷ്ഠൻ ബാബുജിയോടൊപ്പം അനുജൻ സുനിൽജിത്തുണ്ട്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കോഴിക്കുഞ്ഞ് നേഴ്സറി രംഗത്ത് വിജയ പതാക പാറിച്ചവരാണവർ. 1 ഏക്കർ വരുന്ന വിശാലമായ ഭൂമികയാണ് നേഴ്സറിക്കായി ഒരുക്കിയത്. പോളിടെക്നിക് രംഗത്ത് ഡിപ്ലോമ കരസ്ഥമാക്കിയെങ്കിലും സുനിൽജിത്തിന്റെ മനസ്സ് എപ്പോഴും കൃഷിയോടൊപ്പമായിരുന്നു. ഒരു സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് 25 വർഷം മുമ്പ് ആരംഭിച്ച നേഴ്സറി 1/4 നൂറ്റാണ്ട് പിന്നിട്ട് ഇന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ സർക്കാർ അംഗീകാരവുമായി തിളങ്ങി നിൽക്കുന്നു. കുണ്ടറ പുത്തൻവിള വീട്ടിൽ വിശാലമായ നീലാംബര പന്തലിന് താഴെ വൻമരങ്ങൾ കുടവിരിക്കുന്ന തണലിനു താഴെയാണ് നേഴ്സറിക്കായി സുനിൽജിത്ത് സ്ഥലമൊരുക്കിയത്. 1ഉം 2ഉമല്ല, 1/2 ഡസനോളം ഷെഡുകളാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിനായി തീർത്തത്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിൽക്കാനുള്ള ഉറച്ച കോൺക്രീറ്റ് തറ, അതിൽ നിന്നും ഏതാണ്ട് 1/2 അടി പൊക്കത്തിൽ ചുറ്റുമതിൽ, അതിനു ചുറ്റും വയർ മെഷുകൾ, GI പൈപ്പുകളിൽ ഉയർന്നു നിൽക്കുന്ന തൂണുകൾ, വെയിലിന്റെ വീറിനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകൾ എന്നിങ്ങനെയാണ് നേഴ്സറിയുടെ ഘടന. വായുസഞ്ചാരം അനായാസനമാക്കുന്ന വയർമെഷുകൾ നേഴ്സറിക്ക് എപ്പോഴും കൂട്ടാണ്. പുറത്തെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഹരിതാഭ കാര്യങ്ങൾ കൂടുതൽ ആകർഷകമാക്കും. വായു അനായാസേന കയറി ഒഴുകിപ്പോകത്തക്ക രീതിയിൽ വാസ്തുശാസ്ത്ര നിബദ്ധമായാണ് ഓരോ കൂടാരവും പണിതിരിക്കുന്നത്. തറവിരി അഥവാ ലിറ്റർ മരച്ചീളുകളാണ്. മരച്ചീളുകൾ വിരിക്കുന്നതിനു മുമ്പേ, കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നതിനു മുമ്പേ തറ സജ്ജമാക്കുകയാണ് ആദ്യപടി. പൂർണ്ണമായും അണുവിമുക്തമായ സാഹചര്യത്തിൽ മാത്രമേ നല്ല ചൈതന്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഉറച്ച കരിങ്കൽ തറ നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് ആദ്യപടി. തുടർന്ന് ബ്ലീച്ചിങ് പൗഡറും കുമ്മായവും ചേർന്ന മിശ്രിതം തറയിൽ കലക്കിയൊഴിക്കും. അങ്ങനെ 2 ആഴ്ച പിന്നിട്ട് തറ നന്നായി ഉണങ്ങുന്നതോടെ തറയിലേക്ക് മരപ്പൊടി വിരിക്കുകയായി. 5 സെന്റിമീറ്റർ കനത്തിലുള്ള മരപ്പൊടിയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ബെഡ്. എന്നാൽ കാലം പിന്നിട്ടപ്പോൾ പുതിയ നഴ്സറി സംവിധാനങ്ങൾ സുനിൽജിത്ത് സജ്ജമാക്കി. തറവിരി ഇല്ലാതെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ 3 ആഴ്ചക്കാലം വളർത്താനുള്ള സംവിധാനം ഒരുങ്ങി. സിമന്റ് പാകി മിനുക്കിയ തറയിൽ ന്യൂസ് പേപ്പറുകൾ വിരിച്ചാണ് ഇവിടെ പരിപാലനം. കോഴിക്കുഞ്ഞുങ്ങളെ 3 ആഴ്ച വളർത്തുന്നതുവരെ പ്രത്യേകം ശ്രദ്ധ വേണം. കോഴിക്കുഞ്ഞ് വരുന്നതിനു മുമ്പ് തന്നെ ബ്രൂഡർ സജ്ജമാക്കും. ബ്രൂഡർ എന്നാൽ 3 ആഴ്ച കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി യൗവനയുക്തരാക്കുന്ന സംവിധാനമാണ്. നല്ല ശുദ്ധവായു കയറിയിറങ്ങിപ്പോകണം. കോഴിക്കുഞ്ഞുങ്ങൾക്ക് താപം കിട്ടുകയും വേണം, പ്രത്യേകിച്ചും രാത്രി. അതിനായി വൈദ്യുതി ബൾബുകളുടെ സംവിധാനമാണ് ഒരുക്കുന്നത്. കുടമേലാപ്പിന് താഴെ വൈദ്യുതി ബൾബുകൾ സജ്ജീകരിച്ചാണ് ബ്രൂഡർ സജ്ജമാക്കുക. കോഴിക്കുഞ്ഞൊന്നിന് 2 വാട്ടെങ്കിലും ലഭിക്കത്തക്ക രീതിയിലാണ് പവർ സജ്ജീകരണം. 100 വാട്ടിന്റെ ബൾബിൽ 50 കോഴിക്കുഞ്ഞ് എന്നതാണ് കണക്ക്. കോഴിക്കുഞ്ഞുങ്ങൾ എത്തുന്നതിനു മുമ്പ് തന്നെ ഇതെല്ലാം സജ്ജമാക്കുവാൻ സുനിൽജിത്ത് റെഡി. ചെറുകൂടകളിലാണ് കോഴിക്കുഞ്ഞുങ്ങൾ എത്തുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഫാമുകളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് ഫാമുകളിൽ നിന്നുമാണ് കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുക. എത്തിയാൽ ഉടൻ കൂടകളിൽ നിന്ന് നേരത്തെ സജ്ജമാക്കിയിട്ടിരിക്കുന്ന ബ്രൂഡറുകളിലേക്ക് ഇവയെ മാറ്റും. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ ചില്ലറക്കാരല്ല, മഹാവികൃതിക്കാർ തന്നെ അവർ. അതിൽ വിവിധ ഇനങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കും വിധമാണ് വർണ്ണവിന്യാസം. കലിംഗ ബ്രൗൺ, ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ, കൈരളി എന്നിങ്ങനെ വിവിധ ഇനങ്ങളുടെ മിശ്രിതമാണ് സുനിൽജിത്തിന്റെ നഴ്സറിയിൽ എത്തുക. വീട്ടുമുറ്റത്തെ കോഴി വളർത്തലിനായി അടുക്കളമുറ്റത്ത് വളർത്തുവാൻ വേണ്ടി വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇനങ്ങളും ഇവർ തന്നെ. കറുപ്പും വെളുപ്പും മഞ്ഞയും തവിട്ടുമൊക്കെയായി തൂവൽ വിന്യാസത്താൽ ഇവർ ആരെയും ആകർഷിക്കും. റോസാദലമുത്ത ചുണ്ടുകളും മഞ്ഞക്കാലുകളും ഒക്കെ ചേർന്ന് ചടുചലനങ്ങൾ കൊണ്ട് ഇവർ കൂടാകെ ചുറ്റി നടക്കും. പേപ്പർ വിരിയിൽ തരിത്തീറ്റ വിതറി അവരെ തീറ്റ തിന്നാൻ പഠിപ്പിക്കുന്ന ചുമതല ഭാര്യ ശൈലജയ്ക്കാണ്. തരിത്തീറ്റ അഥവാ സ്റ്റാർട്ടർ എന്ന തരിത്തീറ്റയാണ് ആദ്യം വിതറുക. ഏതാണ്ട് 20% പ്രോട്ടീനുണ്ട് തരിത്തീറ്റയിൽ. ചോളം ഉൾപ്പെടെയുള്ള ധാന്യങ്ങളും തവിടുമൊക്കെ ചേർന്നതാണ് തരിത്തീറ്റ. അങ്ങിങ്ങായി വിതറുന്ന തരിത്തീറ്റ കൊത്തിപ്പറക്കി തിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ തിന്നാൻ പഠിക്കും.
തുടർന്ന് ഒരാഴ്ച പിന്നിട്ടാൽ പ്രത്യേകം പാത്രങ്ങളിലാണ് തീറ്റ. തുടക്കം മുതൽ തന്നെ കുടിവെള്ളമുണ്ട്. കുടിവെള്ളത്തിനായും പ്രത്യേക ഡ്രിങ്കറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 100 കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു ഡ്രിങ്കർ എന്നതാണ് കണക്ക്. ആദ്യഘട്ടത്തിൽ വലിയ മത്സരം തന്നെയാണ് തീറ്റയ്ക്കും വെള്ളത്തിനുമായി നടക്കുക. വികൃതിക്കാരായ ചിലർ പാത്രത്തിനുള്ളിൽ കടന്നും സാഹസം കാട്ടാറുണ്ട്. എന്തായാലും ആദ്യ ഒരാഴ്ച പ്രായത്തിൽ 10 മുതൽ 20 ഗ്രാം തീറ്റയാണ് കോഴിക്കുഞ്ഞുങ്ങൾ സ്വന്തമാക്കുക. ഉയർന്ന മാംസ്യമുള്ള തീറ്റ കഴിച്ച് ബലിഷ്ഠമായ പാദങ്ങളോടെ കൗമാരക്കാരായി മാറുകയാണ് കോഴിക്കുഞ്ഞുങ്ങൾ. വൃത്തിയും വെടിപ്പുമാണ് ഏതൊരു നഴ്സറിയുടെയും പ്രത്യേകത. അക്കാര്യത്തിൽ പുത്തൻവിള വീട്ടിൽ ചില കണിശമൊക്കെയുണ്ട്. എഞ്ചിനീയറിംഗിന്റെ കണിശം തന്നെയാണ് ഇക്കാര്യത്തിൽ സുനിൽജിത്ത് പ്രയോഗിച്ചത്. നനവ് തീരെ പാടില്ല. നനഞ്ഞ ഭാഗങ്ങൾ അപ്പപ്പോൾ വൃത്തിയാകണം. വെള്ളം തട്ടിമറിക്കാൻ പാടില്ല. തറവിരിയോ പേപ്പറോ നനഞ്ഞാൽ അത് അപ്പോൾ തന്നെ മാറ്റണം. വെള്ളവും മറ്റും തട്ടിമറിക്കാതിരിക്കാൻ ത്രികോണാകൃതിയിലുള്ള സ്റ്റാൻഡിൽ അവ ഭദ്രമായി ഉറപ്പിച്ചിട്ടുണ്ട്. തീറ്റയ്ക്കും കനമേറിയ പാത്രങ്ങൾ തന്നെ. വെളിച്ചത്തിനും താപത്തിനുമായും ഉപയോഗിക്കുന്ന വൈദ്യുതി ബൾബുകൾ രാത്രിയിലാണ് കൂടുതൽ പ്രയോജനം ചെയ്യുക. തണുപ്പേറുന്ന മേടമാസ രാത്രിയിൽ ബൾബ് സദാസമയവും പ്രവർത്തിക്കും. തറയിൽ നിന്നും 18 ഇഞ്ച് ഉയരത്തിലാണ് ബൾബുകളുടെ വിന്യാസം. ചൂട് കൂടിയോ കുറഞ്ഞോ എന്നറിയാൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിന്യാസം മാത്രം നോക്കിയാൽ മതി. ചൂടേറിയാൽ കോഴിക്കുഞ്ഞുങ്ങൾ താപസ്രോതസ്സിൽ നിന്നും അകന്നുപോകും. ചൂട് കുറഞ്ഞാൽ അവ ബൾബിനോട് കൂടുതൽ ചേർന്നു നിൽക്കും. ഇതനുസരിച്ച് ബൾബുകൾ ക്രമപ്പെടുത്താം. പുത്തൻവിള വീട്ടിലെ സർക്കാർ അംഗീകൃത എഗ്ഗർ നഴ്സറിയുടെ മുഖ്യ ചുമതലക്കാരൻ ശ്രീ സുനിൽജിത്താണ്. സുനിൽജിത്ത് ഹരിതസുന്ദരവുമായി എഗ്ഗർ നഴ്സറിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം സുനിൽജിത്ത്. നമസ്കാരം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 4 നൂറ്റാണ്ടായി സുനിൽജിത്ത് ഈ രംഗത്ത്, പ്രത്യേകിച്ചും കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ഇവിടെ വളർന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് മിക്ക വീട്ടമ്മമാരുടെയും ഒരുപക്ഷെ വീട്ടുമുറ്റങ്ങളിൽ ഇപ്പോഴും തത്തി കളിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ 4 നൂറ്റാണ്ടത്തെ അനുഭവം? ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ഫാമാണ്. ആദ്യം 500 കോഴി വെച്ച്, പിന്നെ അത് 5000 ആയി. ഇപ്പം 12000 കോഴിയെ വളർത്താനുള്ളൊരു സൗകര്യമുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ച് വന്നാണ് ഇത് തുടങ്ങിയത്. അവിടെ എന്തായിരുന്നു ബിസിനസ്? അവിടെ എനിക്ക് ഇലക്ട്രീഷ്യനായിരുന്നു. ഇലക്ട്രിക് കടയിലായിരുന്നു ജോലി. അവിടെ കൂടുതൽ നാൾ നിൽക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് കോഴി വളർത്തൽ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ കോഴി വളർത്തലിലെ 4 നൂറ്റാണ്ടത്തെ അനുഭവം വെച്ചിട്ട് ഇതിൽ സംഭവിച്ചു പോയ വലിയ നഷ്ടങ്ങളോ ഓർമ്മ വരുന്നുണ്ടോ? നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ ചെറിയ രീതിയിൽ. പക്ഷെ അന്ന് അതിലും കുറച്ച് ബാച്ചുകൾ വളർത്തിയതിന് ശേഷം ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കാൻ പറ്റി. അതിനുശേഷം വലിയൊരു നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു നഴ്സറി നടത്തിപ്പുകാരൻ, പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്നൊരു സംരംഭകൻ, അയാൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം കുറച്ച് കോഴികൾ എടുത്ത് 3-4 ബാച്ച് വളർത്തി നല്ലപോലെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം കൂടുതൽ കോഴികൾ എടുക്കുക. നല്ലവണ്ണം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ വായുസിന് ഇതിൻ്റെ വരുന്ന അസുഖങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അത് 2-3 ബാച്ച് കോഴികളെ വളർത്തിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകിട്ട് വരെ പലപ്പോഴും സുനിൽജിത്ത് ഈ നഴ്സറിയുടെ പരിപാലനമായിട്ട് മുന്നിൽ നിൽക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിനക്രമം എന്ന നിലയിൽ ഇവിടെ ചെയ്യുന്നത്? രാവിലെ തീറ്റ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ലിറ്ററെല്ലാം ഇളക്കിയിടുന്നു. പിന്നെ കോഴികൾക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. അസുഖം ഉണ്ടെങ്കിൽ അതിന് മെഡിസിൻ കൊടുക്കുക. മൂന്നാഴ്ചത്തെ ബ്രൂഡിംഗ് പരുവം പിന്നിട്ടാൽ കോഴിക്കുഞ്ഞുങ്ങൾ യൗവനത്തിലേക്ക് കടക്കുകയാണ് എന്നർത്ഥം. അപ്പോഴേക്കും വിശാലമായ ഷെഡുകളിലേക്ക് അവ മാറും. വലിയ മഹാഗനിയുടെ മരത്തണലുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഷെഡുകളിൽ 3 ആഴ്ച പിന്നിട്ട കോഴികൾ യഥേഷ്ടം ഓടി നടക്കും. അപ്പോഴാണ് തറവിരി പ്രസക്തമാകുക. തറവിരി അഥവാ ബെഡാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ശരണം. ആഴ്ചതോറും ഇത് നന്നായി ഇളക്കിക്കൊടുക്കണം. നേരത്തെ തന്നെ കുമ്മായം ചേർത്ത് അണുവിമുക്തമാക്കിയാണ് തറവിരി ഇവിടെ സജ്ജമാക്കുക. യൗവനയുക്തരായ കോഴികൾ കുഞ്ഞു കോഴികളെപ്പോലല്ല. അവർ താരതമ്യേന ശാന്തരാണ്. തീറ്റ തിന്നുന്നതിലും വെള്ളം കുടിക്കുന്നതിലുമൊക്കെ ആ പക്വത കാണിക്കും. ഇവിടെ ഹാങ്ങിങ് ഡ്രിങ്കറുകളാണ് ഉപയോഗിക്കുക. വെള്ളം തട്ടിമറിക്കാതിരിക്കാൻ, തറവിരി കേടാകാതിരിക്കാൻ ഈ സംവിധാനം ഉപകരിക്കും. വളരെ ശാന്തരായി നിന്ന് നീർമുത്തുകൾ ഉള്ളിലാക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ പക്വത കാണേണ്ടത് തന്നെ. 40 മുതൽ 50 ഗ്രാം വരെ തീറ്റയാണ് ഈ പരുവത്തിൽ കോഴികൾ ഉള്ളിലാക്കുക. ഏതാണ്ട് 35 ദിവസം പിന്നിട്ടാൽ പിന്നീട് ഗ്രോവർ തീറ്റകളാണ്. ഗ്രോവർ തീറ്റയിലും ചോളം ഉൾപ്പെടെയുള്ള ധാന്യപ്പൊടികളും വിറ്റമിനുകളും ധാതുലവണ മിശ്രിതങ്ങളും ചേരും. 35 മുതൽ 45 ദിവസം വരെ തുടർച്ചയായി ഈ തീറ്റകൾ തിന്ന് കോഴികൾ യൗവനയുക്തരാകും. ഏതാണ്ട് 5 ആഴ്ച പിന്നിടുന്നതോടെ തൂവൽ വിന്യാസം പ്രകടമാകും. കറുപ്പും മഞ്ഞയും തവിട്ട് കലർന്ന നിറങ്ങളും ഒക്കെ തൂവലുകളിൽ പ്രത്യക്ഷപ്പെടും. ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ, കലിംഗ ബ്രൗൺ എന്നിങ്ങനെ ഇനംതിരിച്ചറിയാവുന്ന പരുവത്തിലാവും കോഴികൾ ഇപ്പോൾ.
അടുക്കളമുറ്റത്ത് യഥേഷ്ടം തീറ്റ നിന്ന് വളരാൻ കെൽപ്പുള്ളവരായി അവർ മാറിക്കഴിഞ്ഞു. വീട്ടമ്മമാരുടെ ഉറ്റ തോഴരാണവർ. എങ്കിലും മറ്റ് രോഗങ്ങളിൽ നിന്ന് അവർക്ക് പ്രതിരോധം വേണം. ഇക്കാര്യത്തിൽ പുത്തൻവിളയിലെ നഴ്സറികളെ സംരക്ഷിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരാണ്. ആഴ്ചതോറും നഴ്സറിയിൽ പ്രത്യേക പരിശോധനയും കോഴിക്കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിശോധനയും സാഹചര്യ പരിശോധനകളുമൊക്കെ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കും. ചെറു പിഴവുകൾ പോലും വലിയ അപകടങ്ങൾ കൊണ്ടുവരുന്ന മേഖലയാണ് എഗ്ഗർ നഴ്സറി. വെള്ളത്തിലും തീറ്റയിലും പരിചരണത്തിലുമൊക്കെ കൃത്യമായ നോട്ടം എപ്പോഴും വേണം. വെള്ളത്തിലൂടെയാണ് അണുക്കൾ കൂടുതലായി എത്തുക. വെള്ളം ചൂടാകാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന നിരപ്പിൽ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് മരത്തണലിലാണ് ഇരിക്കുക. അതിനെ ചൂടിൽ നിന്നും സംരക്ഷിക്കുവാൻ ഷീറ്റുകളും ഓലയുമുണ്ട്. കോഴികൾക്ക് എപ്പോഴും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കുവാൻ ഈ സംവിധാനം ഉപകരിക്കും. രോഗപ്രതിരോധത്തിനുമുണ്ട് പരിഗണന. മുളവന വെറ്ററിനറി ഡിസ്പെൻസറിയിൽ നിന്നാണ് ഇക്കാര്യത്തിൽ സാങ്കേതിക സഹായം നൽകുക. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഒരാഴ്ച പരുവത്തിൽ തന്നെ കോഴിവസന്തയ്ക്കെതിരെ വാക്സിനുകൾ നൽകണം. കോഴിവസന്ത മാരകമായ രോഗമാണ്. ഒരു തുള്ളി കണ്ണിലും ഒരു തുള്ളി മൂക്കിലും എന്ന കണക്കിലാണ് ആദ്യ വാക്സിൻ പ്രയോഗം. അത് കൃത്യമായി തന്നെ നിർവഹിക്കും. തുടർന്ന് വിരമരുന്നുകൾ നൽകി കോഴിക്കുഞ്ഞ് നൽകാൻ പാകമാകുന്ന 42-ാം പക്കം തന്നെ രണ്ടാമത്തെ കോഴിവസന്ത വാക്സിൻ നൽകും. ഫ്രീസറുകളിൽ സൂക്ഷിക്കുന്ന ഈ വാക്സിൻ പ്രത്യേകം ഡയലൂന്റുകൾ ചേർത്ത് മിക്സ് ചെയ്താണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ചിറകിനടിയിൽ കുത്തിവെക്കുക. സുദീർഘമായ ഒരു കാലത്തെ രോഗപ്രതിരോധത്തിനാണ് രണ്ടാമത്തെ കുത്തിവെപ്പ് നൽകുക. മുട്ടയിടാൻ തുടങ്ങുന്ന കോഴികൾക്ക് സാധാരണ ബാധിക്കുന്ന കോഴിവസന്ത വാക്സിനുകൾ ചെയ്ത കോഴിക്ക് ബാധിക്കാറില്ല. കോഴിക്കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഗംബോറോ അസുഖത്തിനുള്ള വാക്സിനുകൾ രണ്ടാമത്തെ ആഴ്ച തന്നെ നൽകും. കോഴിക്കുഞ്ഞുങ്ങളുടെ ഷെഡിൽ പ്രത്യേകം തയ്യാറാക്കിയ ഡ്രിങ്കറുകളിൽ പാൽപ്പൊടിയിൽ മിക്സ് ചെയ്താണ് IBD അഥവാ ഗംബോറോ രോഗത്തിനുള്ള വാക്സിനുകൾ നൽകുക. മിക്കവാറും രോഗപ്രതിരോധത്തിനുള്ള വാക്സിനുകളൊക്കെ നൽകിക്കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ യൗവനയുക്തരായി ചൈതന്യവതികളായി വിരിഞ്ഞങ്ങനെ നിൽക്കും. ബലിഷ്ഠമായ പാദങ്ങളും കൊക്കുകളും ചൈതന്യമുള്ള തൂവൽ വിന്യാസവും തിളക്കമാർന്ന കണ്ണുകളുമൊക്കെയായി കോഴിമുട്ട നൽകാൻ തയ്യാറാവുന്ന പരുവത്തിലേക്ക് വളരാൻ ഞങ്ങൾ റെഡി എന്ന് അവർ സ്വയം വിളംബരം ചെയ്യും. ഒരു ദിവസം എത്ര നേരം ഈ രംഗത്ത് ചിലവഴിക്കുന്നു? രാവിലെ തീറ്റ കൊടുത്താൽ വൈകിട്ട് വരെ കാണും. പിന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കറൊക്കെ ആയതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. രാവിലെ ഒരു നേരം തീറ്റ കൊടുത്താൽ പിന്നെ വലിയ പണി വരുന്നില്ല. പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്തൊക്കെ ഉള്ളു കൂടുതൽ പണികൾ. ഈ കോഴിക്കുഞ്ഞുങ്ങളെ, നല്ല ഇനത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആരാണ് ഇതിൻ്റെ ആവശ്യക്കാർ? സർക്കാർ ഫാമിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത്. ഒരു ദിവസം പ്രായ കോഴിക്കുഞ്ഞുങ്ങളെ അതിനെ 45 ദിവസമായിട്ട് ഇവിടുത്തെ വെറ്റിനറി സർജൻ്റെ മേൽനോട്ടത്തിലാണ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ ആവശ്യക്കാരാണ്? ആവശ്യക്കാർ കുടുംബശ്രീ പഞ്ചായത്തുകളിലാണ് തോനെ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് നാട്ടുകളിൽ നിന്ന് എല്ലാ ആൾക്കാരും ഒന്നും വാങ്ങിക്കാറുണ്ട്. ഈ രംഗത്ത് ഇപ്പോൾ 1-ാം ദിവസം മുതൽ 45 ദിവസം വരെയുള്ള കഷ്ടപ്പാടുണ്ട്. ഈ കഷ്ടപ്പാടിൻ്റെ ഒരു മേന്മ, ഈ കഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള ഒരു ലാഭം ഈ ബിസിനസ്സിലുണ്ടോ? ഉണ്ട്, നല്ല ലാഭമുണ്ട്. ഇതിപ്പോൾ 25 വർഷത്തിൽ കൂടുതലായി ഞാൻ ഇത് തുടങ്ങിയിട്ട്. ഇതിൽ നിന്നും നല്ല നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു കോഴി വളർത്തിയിൽ നിന്ന് വേറെ ഒരു ബിസിനസ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ ഒരു കട. നേരത്തെ എനിക്കത് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ ഒരു സാനിറ്ററി എല്ലാം കൂടെ ഉള്ള കട, കുണ്ടറാശുപത്രിയൊക്കെ ഞാൻ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആർക്കും വളരെ ധൈര്യപൂർവ്വം വന്ന് മുതൽ മുടക്കാവുന്ന ഒരു മേഖലയാണ്. അതെ, എല്ലാവർക്കും ആദ്യം ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ വസ്തുവിൻ്റെ കുറവ്. 50 സെൻറ്റ് താഴെയാണ് മിക്ക കർഷകർക്കും ഉള്ളു. അന്നേരം അതിന് സർക്കാരിൽ നിന്ന് ഒരു അനുകൂലമായിട്ടൊരു നടപടി വേണം. പിന്നെ 50 സെൻറ്റിൽ കുറവുള്ളവർക്കും വളർത്തണമെങ്കിൽ അതിനുള്ള സർക്കാരിൽ നിന്നുള്ള ഈ ലൈസൻസിൻ്റെ ഇതൊക്കെ ഇച്ചിരി ഇളവ് ഉണ്ടെങ്കിലേ നടത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇനിയും ഒരാൾ വന്നാൽ അയാൾ കൂടി ഇടവുണ്ട് ഈ രംഗം. ഇനി ഒരുപാട് പേര് ഇതിലോട്ട് വരണമെന്നാണ് ആഗ്രഹം. എന്തായാലും വളരെ നന്ദി ഹരിതസുന്ദരത്തോട് പ്രതികരിച്ചതിൽ. ധാരാളം പേർ ഈ രംഗത്തേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എഗ്ഗർ നഴ്സറിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുവാൻ മൃഗസംരക്ഷണ വകുപ്പും സർക്കാരും ഒരുക്കമാണ്. ആ വിധത്തിൽ പുത്തൻവിളയിലെ നഴ്സറിക്കും എല്ലാ സംരക്ഷണവും ഉണ്ടെന്ന് ഡോക്ടർ മോളി വർഗീസ് പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ 1-ാം ദിവസം മുതൽ 45 ദിവസം വരെ വളർത്തിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കലാണ് എഗ്ഗർ നഴ്സറിക്കാർ ചെയ്യുന്നത്. ഇതിന് എല്ലാ സാങ്കേതിക സഹായങ്ങളും നമ്മുടെ വെറ്റിനറി ഡിസ്പെൻസറിയിലാണ് നൽകുന്നത്. വാക്സിനേഷൻ, മരുന്നുകൾ, രോഗങ്ങൾ വന്നാലുള്ള സൂപ്പർവിഷൻ, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100 രൂപ നിരക്കിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഇവർ സെയിൽ ചെയ്യുന്നത്.
45 ദിവസം മുതൽ 60 ദിവസം വരെ 100 രൂപയാണ് നിരക്ക്. സർക്കാർ അംഗീകൃത എഗർ നഴ്സറികളായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. സർക്കാർ സ്കീമുകളിലേക്കെല്ലാം എഗർ നഴ്സറികളിൽ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ സർക്കാർ ഫാമുകളിൽ നിന്നാണ് ഇവർക്ക് നൽകുന്നത്. ഇവർക്ക് വേണ്ടുന്ന വാക്സിൻസ് കംപ്ലീറ്റ് മൃഗസംരക്ഷണ വകുപ്പാണ് നൽകുന്നത്. ഇവർക്ക് റിവോൾവിംഗ് ഫണ്ട് നൽകാറുണ്ട് അസിസ്റ്റൻസ് ആയിട്ട്. ഏറ്റവും പ്രധാനം, ഇവർ വളർത്തിക്കൊണ്ടുവരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വിപണനം ചെയ്യുന്നത് നമ്മുടെ മേൽനോട്ടത്തിലാണ്. ഏറ്റവും ഗുണമേന്മയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നൽകുക എന്നുള്ളതാണ് എഗർ നഴ്സറികളുടെ ലക്ഷ്യം. ഇപ്പോൾ സർക്കാർ സ്കീമുകളിലാണെങ്കിൽ 75% സബ്സിഡിയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. അതായത് 100 രൂപയാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ നിരക്ക്. എന്നാൽ കർഷകർ 25 രൂപ അടയ്ക്കുമ്പോൾ 75 രൂപ സർക്കാർ പദ്ധതികളിൽ പെടുത്തി സബ്സിഡിയായിട്ട് കർഷകർക്ക് നൽകുന്നു. ഒന്നര മാസം പ്രായത്തിൽ പൂർണ്ണ ആരോഗ്യവതികളായി നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വിവിധ സ്കീമുകളിലേക്കാണ് പോവുക. അതിരാവിലെ തന്നെ കോഴികളെ പിടിക്കും. ജ്യേഷ്ഠൻ ബാബുജിക്കാണ് അതിൻ്റെ പൂർണ്ണ ചുമതല. 100 കോഴിക്കുഞ്ഞുങ്ങൾ വീതം കൊള്ളുന്ന ക്രേറ്റുകളിലേക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റുക. തീറ്റ നൽകുന്നതിനു മുമ്പ് തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ച് ക്രേറ്റിൽ നിക്ഷേപിക്കും. ക്രേറ്റുകൾ പ്രത്യേക വാഹനങ്ങളിലെത്തുന്നതോടെ പുതിയ യജമാനരെ തേടി പുത്തൻവിളയിലെ മുട്ടക്കോഴികൾ യാത്രയാകും. സ്കൂൾ പോൾട്രി ക്ലബ്ബ്, അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ, വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ, കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എന്നിങ്ങനെയുള്ള വിവിധ സർക്കാർ പദ്ധതികളിലേക്കാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ യാത്ര. അതിനായി സർക്കാർ ആശ്രയിക്കുന്നതും ഇത്തരത്തിലുള്ള നഴ്സറികളെ തന്നെ. 4 നൂറ്റാണ്ടുകാലത്തെ എഗർ നഴ്സറി പരിചയം ചില്ലറ അനുഭവങ്ങളല്ല സമ്മാനിച്ചത്. വിജയവും പരാജയവും ഇതോടൊപ്പമുണ്ട്. അധ്വാനവും അർപ്പണബോധവുമാണ് ഏതൊരു കാർഷിക വൃത്തിയുടെയും കാതൽ. അത് രണ്ടും യുക്തിസഹമായി സമന്വയിപ്പിച്ച് സുനിൽജിത്ത് എന്ന 46-കാരൻ വിജയത്തിൻ്റെ കൊടുമുടികൾ കയറുകയാണ്. നേരാ ഭാവങ്ങൾ.